തിരുവനന്തപുരം കോർപ്പറേഷൻ നേതൃത്വം സ്കൂൾ കുട്ടികളുടെ ആനുകൂല്യങ്ങളിൽ പോലും കൈയിട്ടുവാരൽ നടത്തുന്നതായി BJP. അഴിമതി ആരോപണം ഉയർത്തി കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുന്നു. മാർച്ച് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിക്കുകയാണ്. മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും വലിയ അഴിമതി കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷം അഴിമതി കാട്ടുന്നുവെന്ന് ആരോപിച്ചാണ് BJP കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടയുന്ന സാഹചര്യമാണ്. അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് തടയുന്നുണ്ട്. എന്നാൽ പോലീസിൻ്റെ ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോർപ്പറേഷൻ അധികൃതർ സ്കൂൾ ആനുകൂല്യങ്ങളിൽ വലിയ അഴിമതി നടത്തുന്നു എന്നാരോപിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, BJP നടത്തിയ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് ഇപ്പോൾ പോലീസ് തടയുന്നു. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ, BJP ജില്ലാ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ പോലീസ് തടയുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ റോഡിന് മുന്നിൽ ബാരിക്കേഡുകൾ വെച്ച് അടച്ചുകൊണ്ടാണ് പോലീസ് മാർച്ച് തടയുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും അതോടൊപ്പം നഗരസഭാ കൗൺസിലിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നത്. പക്ഷേ അതിലൊന്നും വകവയ്ക്കാതെ എല്ലാ ഘട്ടങ്ങളിലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ മാനിക്കാതെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ട് നഗരസഭാ കൗൺസിലെ പല തീരുമാനങ്ങളും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ ഏകപക്ഷീയമായിട്ട് അത് നടപ്പിലാക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, കിച്ചൺ വേസ്റ്റ് ബിന്ന് ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് വിതരണം, കുട്ടികൾ അതായത് ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വിതരണം തുടങ്ങിയ വിവിധ ക്ഷേമ പദ്ധതികളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നഗരസഭയുടെ മേയറിന്റെ പക്ഷത്ത് നിൽക്കുന്ന മറ്റ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പുകളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഒന്നൊന്നായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ BJP ജില്ലാ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ BJP പ്രവർത്തകർ നടത്തുന്ന ഈ സമരത്തിന് നേരെ അല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരത്തിന് നേരെ ഒന്നാം ഘട്ട ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ ഇത്തരത്തിൽ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുന്നത്. എന്തായാലും നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ അഴിമതികൾ ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ BJP ജില്ലാ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, കിച്ചൺ വേസ്റ്റ് ബിൻ തട്ടിപ്പ്, ഹരിതകർമ്മസേനയിലെ ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പദ്ധതികളിലെ ഫണ്ട് തട്ടിപ്പ്, ഇതെല്ലാം പല ഘട്ടങ്ങളിലായി പല കൗൺസിൽ യോഗങ്ങളിലും BJP കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും ഒക്കെ പല ഘട്ടങ്ങളിലും നഗരസഭാ കൗൺസിലുകളിൽ അറിയിച്ചിട്ടുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് തന്നെ കൗൺസിൽ യോഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ പോലും ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ അതിന് വ്യക്തമായ പരിഹാരം കണ്ടെത്താതെ ഈ പ്രതിഷേധമൊന്നും വകവയ്ക്കാതെ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളും മേയറുടെ നേതൃത്വത്തിൽ അത് നടപ്പിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം BJP ജില്ലാ നേതൃത്വത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് അതൊരു പ്രതിഷേധമായിട്ട് തിരിക്കുന്നത്. വലിയ രീതിയിലൊരു പ്രതിഷേധം, വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട ജലപീരങ്കിയും പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. ഈ ജലപീരങ്കിയിൽ നിന്നും പിന്മാറാതെ
അവരുടെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ അറിയിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഈ റോഡ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനത്തിലെ ഏത് നഗരസഭകൾ എടുക്കുകയാണെങ്കിലും തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ എപ്പോഴും ഉയർത്തുന്ന വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉള്ളൊരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിലും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളിലും ക്ഷേമ പെൻഷൻ വിതരണത്തിലും ഹരിതകർമ്മസേനയിലെ യൂസർ ഫീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കിച്ചൺ ബിൻ പദ്ധതിയിലും അത്തരത്തിൽ ഈ നഗരസഭ തദ്ദേശത്തിൽ നടത്തുന്ന മിക്ക പദ്ധതികളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചകൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് BJP പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിൽ അവരവരുടേതായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏകപക്ഷീയമായിട്ടുള്ള മേയറുടെ നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധം ഉയർത്തിയ വനിതാ കൗൺസിലർമാർക്കെതിരെ ഇടതുപക്ഷ കൗൺസിലർമാർ വളരെ മോശം ഭാഷാ പ്രയോഗങ്ങളാണ് നടത്തിയത്. അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഇവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അനുവദിക്കാതെ, സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റ് കൗൺസിലർമാരും മേയറും പല ഘട്ടത്തിലും ഇടപെടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരുപക്ഷെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിൽ യോഗം അല്ലെങ്കിൽ നഗരസഭാ യോഗം അങ്ങനത്തെ യോഗത്തിൽ ഒരിക്കലും വരാൻ സാധിക്കാത്തൊരു കാര്യമായിരുന്നു. അതാണ് ഒരുപക്ഷെ ഈ അത്തരത്തിലുള്ള ഇടപെടലിനെതിരെയാണ് ഒരു പ്രതിഷേധം, ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം നഗരസഭയുടെ പരിസരത്ത് അല്ലെങ്കിൽ നഗരസഭയ്ക്കുള്ളിൽ നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ആരോഗ്യക്ഷേമ പദ്ധതിയിലാണെങ്കിൽ പോലും മറ്റ് സുരക്ഷാ പദ്ധതികളിലാണെങ്കിൽ പോലും മറ്റ് ക്ഷേമ പദ്ധതികളിലാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും വീഴ്ച വരുത്തിയിട്ടുണ്ട്. മേയർ അറിയാതെ പല പദ്ധതികളും നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം മേയറിൻ്റെ ഇഷ്ടപ്രകാരം പല പദ്ധതികളും ഫണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ തുകകളൊക്കെ അനുവദിച്ച് കിട്ടുന്ന പണം സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പദ്ധതികളൊന്നും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. ഇത് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു പക്ഷേ വലിയ രീതിയിലൊരു പ്രതിഷേധം അവർ വലിയ രീതിയിൽ ആവശ്യപ്പെടുന്നതിനൊക്കെ തന്നെ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഇത്രയും കേട്ട അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുള്ള ഈ മേയർ ഈ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് തന്നെയാണ് പല ഘട്ടത്തിലായിട്ട് BJP കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത്. ആറാം തവണയും പ്രവർത്തകരുടെ മേൽ ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബാരിക്കേഡുകൾ തകർന്ന അവസ്ഥയിലാണ്. ബാരിക്കേഡുകൾ ഏത് നിമിഷം തറയിലേക്ക് വീഴാം. അപ്പോൾ ഏത് ബാരിക്കേഡുകൾ വെച്ച് അടച്ചാലും ഏത് പ്രതിരോധങ്ങൾ തീർത്താലും പ്രതിഷേധവുമായി രംഗത്ത് പോകും. ജനാധിപത്യ അവകാശങ്ങൾക്കുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നഗരസഭയ്ക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട നഗരസഭാ യോഗങ്ങളിലെല്ലാം മേയറുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ ഏകപക്ഷീയമായിട്ട് തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ രീതികൾക്കെതിരെ ഇവരുടെ ഇത്തരം ധാർഷ്ട്യങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ പഠിച്ചുകൂടിയ പ്രവർത്തകർ ഏത് തരത്തിലുള്ള ജലപീരങ്കികൾ പ്രയോഗിച്ചാലും പിന്നോട്ടില്ല എന്ന ആർജവത്തോടുകൂടി മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ ശുദ്ധീകരിക്കാൻ നഗരസഭയിൽ ജനാധിപത്യം പുലർത്താൻ വേണ്ടി ഏത് ഘട്ടം വരെയും അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നു. ബാരിക്കേഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളും നടപ്പിലാക്കുന്നതിലും നഗരസഭയ്ക്ക് വരുന്ന വീഴ്ചയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് BJP പോകുന്നത്. വരും ദിവസങ്ങളും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ അറിയിക്കുന്നത്. വിനോദ്. ടിൻഡു, കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം അതിനുള്ള വലിയ സഹായം കോർപ്പറേഷൻ നൽകേണ്ടതുണ്ട്. അതിലൊക്കെ കൈയിട്ട് വാരുന്ന ഒരു സമീപനത്തിനെതിരെയാണ് വളരെ കൃത്യമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രവർത്തകർ മതിൽ ചാടി കടക്കാൻ വരെ ശ്രമം ഉണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച സാഹചര്യമുണ്ടായി. നിലവിലെ സ്ഥിതി എന്താണ്? നിലവിൽ നീലിമ നമുക്ക് കാണാൻ സാധിക്കുന്നത് 7ാം ഘട്ടവും പ്രവർത്തകരുടെ മേളിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നഗരസഭയുടെ മുന്നിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് തന്നെയാണ് BJP പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ച
സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ഫണ്ടുകൾ പോലും കൈയിട്ട് വാരിക്കൊണ്ട് ആ ഫണ്ടുകളിൽ പോലും ജനങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടിങ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട തുക അവരിൽ എത്തിക്കാൻ കഴിയാതെ അത് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് പകുത്തെടുക്കുന്ന രീതി, ആ പകുത്തെടുക്കുന്ന രീതിക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ഈ ലാപ്ടോപ്പ് വിതരണത്തിലടക്കം നമ്മൾ കണ്ടതാണ്. വലിയ നേതാക്കളുടെ മക്കൾക്ക്, അതിസമ്പന്നരായ നേതാക്കളുടെ മക്കൾക്കടക്കം ഇങ്ങനെ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ പാവപ്പെട്ട കുട്ടികളെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ മനുഷ്യത്വരഹിതമായ ഒരു നീക്കം ഇവിടെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുന്നത്. അതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമല്ലേ ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ അലയടിക്കുന്നത്? തീർച്ചയായിട്ടും ദിലീമ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മക്കൾക്ക് ലഭിക്കേണ്ട, സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഈ അവകാശങ്ങൾ പല രീതിയിൽ ഈ അവരുടേതായ വമ്പന്മാരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ഇങ്ങനെ വീതിച്ചെടുക്കുന്ന കാഴ്ച, ആ വീതിച്ചെടുക്കുന്ന കാഴ്ചയാണ് പല കാലഘട്ടങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെയാണ് ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ തുകകൾ ലഭിക്കേണ്ട, അവകാശപ്പെട്ട കൈകളിൽ ലഭിക്കേണ്ടടുത്ത് കിട്ടാതെ അത് അവരുടെ ഇടങ്ങളിൽ തന്നെ എടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൗൺസിൽ യോഗങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ ഇടത് കൗൺസിലർമാർ അത് മോശം പരാമർശം നടത്തിയും അത്തരത്തിലുള്ള പ്രതിരോധം നടത്തി ഇവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അന്ന് നടന്ന ആ പ്രതിഷേധങ്ങളൊന്നും നഗരസഭാ കൗൺസിലോ അല്ലെങ്കിൽ നഗരസഭ മേയറോ വഹിക്കെടുത്തുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് BJP കൗൺസിലർമാർ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ 7ാം ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രവർത്തകരുടെ മേൽ പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവർത്തകർ പിരിഞ്ഞു മാറാൻ കൂട്ടാക്കുന്നില്ല. ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ജില്ലാ യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടി വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഈ എല്ലാവർക്കും കിട്ടേണ്ട ക്ഷേമ പദ്ധതികൾ, ആ ക്ഷേമ പദ്ധതികളെല്ലാം പല കൈകളിലായിട്ട് വീതിച്ചെടുക്കുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളായിട്ട് നഗരസഭയിൽ പല ഘട്ടങ്ങളിലും BJP പ്രവർത്തകരും BJP കൗൺസിലറും പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് ഈ സാധാരണക്കാരുടെ വിഷയങ്ങൾ കേൾക്കാൻ ഇത്തരത്തിൽ മേയറോ അതേപോലെ തന്നെ ഇടതുപക്ഷ കൗൺസിലർമാരോ അത് കേട്ടിട്ടില്ല. അപ്പോൾ അതിനെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധമാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെയാണ് അവിടെ മുദ്രാവാക്യം അലയടിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. നഗരസഭയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ കമ്പ്യൂട്ടർ വിതരണത്തിൽ അഴിമതി ആരോപിക്കുകയാണ് BJP. വേണം ഭരണമാറ്റം, വേണം വികസിത അനന്തപുരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJPയുടെ മാർച്ച് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് BJP കൗൺസിലർമാർ ഈ നഗരസഭയിലെ വലിയ അഴിമതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നഗരസഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയത്. ആ ദൃശ്യങ്ങളിൽ നോക്കൂ, വലിയ ഏറ്റുമുട്ടലിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 7 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. പക്ഷേ പിരിഞ്ഞു പോകാതെ ആ സമരവീര്യം അങ്ങേയറ്റം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയുടെ മുൻപിൽ നിന്നും കാണാൻ കഴിയുന്നത്. ടിൻഡു, ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? നിലവിൽ നീലിമ 7 ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രതിഷേധമാണ് നഗരസഭയ്ക്ക് മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. തുടരുന്ന അഴിമതികൾ വഴിമുട്ടി അന്വേഷണം എന്ന മുദ്രാവാക്യം ചൂണ്ടിക്കൊണ്ട്, വേണം ഭരണമാറ്റം, വേണം വികസന അനന്തപുരി എന്ന മുദ്രാവാക്യം ചൂണ്ടിക്കൊണ്ടാണ് വലിയ രീതിയിലൊരു പ്രതിഷേധ പരിപാടി BJPയുടെ നേതൃത്വത്തിൽ BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പിൻവാതിൽ നിയമന കത്ത്, പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, ഗ്രൂപ്പ് ലോൺ തട്ടിപ്പ്, വീട്ടുകരം തട്ടിപ്പ്, കിച്ചൺ ബിൻ അഴിമതി, സ്കൂൾ കുട്ടികൾക്കുള്ള കമ്പ്യൂട്ടർ വിതരണത്തിലെ അഴിമതി, ലാപ്ടോപ്പ് വിതരണത്തിലെ അഴിമതി, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നഗരസഭയിൽ നടന്ന അഴിമതികൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്ന് BJP തിരുവനന്തപുരം ജില്ലാ യൂണിറ്റ് നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കാനായിട്ട് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് റോഡ് അടച്ചിരുന്നു. 7 ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇത്തരത്തിൽ നഗരസഭയ്ക്ക് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയുണ്ടായി.
ശ്രമിക്കുകയുണ്ടായി. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. ഈ കിച്ചൺ പിൻ പദ്ധതി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളായി മാറുകയായിരുന്നു. എന്തായാലും നമുക്ക് അവർ സമരത്തെ പറ്റി പ്രതിഷേധം സമരത്തെക്കുറിച്ച് നേതാക്കൾ വിശദീകരിക്കുകയാണ് ജനം ടിവിയോട്. ഇന്ന് നഗരസഭ ഓഫീസിലേക്ക് നടക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മാർച്ചിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ എം ആർ ഗോപൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവറുകൾ, ഈ സമര പോരാട്ടങ്ങൾക്ക് പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ, മണ്ഡലം ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിക്ക് രൂപം നൽകുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ 4.5 വർഷക്കാലമായി ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന് തിരിച്ചറിയാം. ഈ ആര്യ രാജേന്ദ്രൻ അധികാരമേറ്റ ശേഷമുള്ള തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതി, ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയിട്ടുള്ള ഈ നഗരസഭാ കവാടത്തിനകത്ത് 34 കൗൺസിലർമാർ ഇവിടെ രാപ്പകലിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ വിജയമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു 35 ചുണക്കുട്ടികളായിട്ടുള്ള കൗൺസിലർമാരുടെ സമരവീര്യമാണ് 55 പേരുടെ ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാനെ രാജിവെപ്പിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ള അമ്മമാരെ, സഹോദരിമാരെ, ഈ സമരം എന്ന് പറയുന്നത്, ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ബഹുമാനായിട്ടുള്ള ജില്ലാ അധ്യക്ഷനോട് ചോദിച്ചു, ഇപ്പോൾ എന്തിനാണ് സമരം എന്ന്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പോലീസ് നടപടി, ഭാരതീയ ജനതാ പാർട്ടി അല്ല കേരളം ഭരിക്കുന്നത്, പിണറായി വിജയന്റെ പോലീസ് എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് നടത്തിയത് ആരാണ്? ഇവിടെ പ്രൊമോട്ടർമാരെ, ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രൊമോട്ടർമാരെ നിശ്ചയിച്ചുകൊണ്ട് ആ പ്രൊമോട്ടർമാരെ പാർട്ടി സഖാക്കൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ അർഹതപ്പെട്ട പാവങ്ങളുടെ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആനുകൂല്യം തട്ടിയെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാൻ സാധിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവിന്റെ പേരിൽ അക്കൗണ്ടിൽ, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളുടെ പേരിൽ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ അക്കൗണ്ടിലേക്ക് പണം പോയി. ഇവിടെ വിജിലൻസ് കേസെടുത്തു, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഈ അന്വേഷണത്തിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു സമരത്തിന്റെ ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ സാധാരണക്കാരന്റെ വീട്ടുകരം തട്ടിപ്പ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ വീട്ടുകരം തട്ടിപ്പ് എന്ന് പറയുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഫണ്ട് തട്ടിച്ച അതേ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന നേതാക്കൾ, നിയമം സോണലിലെ ജോലി ചെയ്തിരുന്ന ശ്രീമതി ശാന്തി, ആ ശാന്തി എന്ന് പറയപ്പെടുന്ന ഒരു ജീവനക്കാരിയെ കൊണ്ട് ഏകദേശം നഗരസഭയുടെ 30 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. ആ അന്വേഷണം വഴിമുട്ടി നിൽക്കുക. ഇപ്പോൾ ശാന്തി ആലപ്പുഴയിൽ ജോലിയെടുക്കുകയാണ്. പിണറായി സഖാവിന്റെ ഇത്രയും സംശുദ്ധമായ ഭരണത്തിന്റെ പ്രതീകമാണ് ആലപ്പുഴയിലേക്ക് ശാന്തിയെ 30 ലക്ഷം രൂപ കട്ടെടുത്ത് കൊണ്ടുപോയ, സർക്കാരിന്റെ പണം കട്ടെടുത്ത് കൊണ്ടുപോയ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് ഒരു ജീവനക്കാരെ പോസ്റ്റ് ചെയ്യാൻ ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന നേതാവായതുകൊണ്ട് കഴിഞ്ഞു എന്നാണ്. ഏറെക്കുറെ ഇപ്പോൾ നമുക്കറിയാം പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് കഴിഞ്ഞു. ഇവിടെ നഗരസഭയിൽ അടച്ച നികുതി പണം കൊള്ളയടിക്ക് കൊണ്ടുപോയി ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. നമുക്കറിയാം പട്ടികജാതി വിഭാഗം ഉൾപ്പെടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആ കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെയും ഏതോ തട്ടിപ്പ് കമ്പനിയിൽ നിന്ന്, ഏതോ ഉഡായിപ്പ് കമ്പനിയിൽ നിന്ന് ഓർഡർ കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ വില എഴുതി ആ തട്ടിപ്പ് കണ്ടെത്തിയത് ഇവിടുത്തെ BJP അല്ല, വിജിലൻസ്, പിണറായി വിജയന്റെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തി കഴിയാൽ
ആ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് തട്ടി മാറ്റുക. ആ തട്ടി മാറ്റുന്ന ഉദ്യോഗസ്ഥൻ പിന്നെ വെളിച്ചം കാണൂല. അത് ക്രൈംബ്രാഞ്ച് ആയാലും അതുപോലെ വിജിലൻസ് ആയാലും അങ്ങനെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് തട്ടിപ്പ് ഇന്ന് ഗുരുതരമായ മാധ്യമങ്ങളെല്ലാം ഈ ദിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം കഴിഞ്ഞ തുടർച്ചയായി അതിന് പിന്നിലേക്ക് പോയാലും നിങ്ങൾ ഏത് അറ്റം വരെ അതിൻ്റെ ആഴത്തിലേക്ക് പോയാലും അത് തിരിച്ചറിയാൻ സാധിക്കാത്ത അഴിമതി. ഇവിടെ പട്ടികജാതി വിഭാഗത്തിൻ്റെ മുതൽ ഇവിടുത്തെ കമ്പ്യൂട്ടർ മുതൽ ഇവിടുത്തെ KSRTC കണ്ടക്ടറെ പോലും വെറുതെ വിടാത്ത ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ നമുക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള മൈക്ക് ഓഫ് ചെയ്യുക. ഇത്രയും ധിക്കാരം നിറഞ്ഞ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഈ നഗരത്തെ സംബന്ധിച്ചിട്ടുള്ള നഗരത്തിൻ്റെ മാതാവെന്ന സങ്കല്പത്തിൽ നഗരത്തിലെ ഭരണകൂടത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന പാർട്ടി ആരോപിക്കപ്പെടുന്ന പാർട്ടി നിശ്ചയിക്കപ്പെടുന്ന പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ CPM-ന്റെ ലീഡർ പ്രഖ്യാപിക്കും അവിടുന്ന് കണ്ണു കാണിച്ചാൽ മൈക്ക് കൊടുക്കും, കണ്ണു കാണിച്ചില്ലെങ്കിൽ മൈക്ക് കൊടുക്കൂല. ഇതൊരു ഭരണകൂടത്തിന് ചേർന്നതാണോ? ഒരു ഭരണകൂടത്തിന് ചേർന്നാണോ? ഈ തട്ടിപ്പുകളുടെ ഒരു പരമ്പര തന്നെ കിച്ചൺ ബിൻ നമുക്കറിയാം. ചാല മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ 300 രൂപയ്ക്ക് 350 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബക്കറ്റ്, അതിൽ കുറച്ച് കിടുപിടി സാധനം ഇട്ടാൽ അതിൽ 400 രൂപ. ഇവിടെ അത് വ്യവസ്ഥയിൽ വരുന്ന ഒരു കരാറുകാരന് കൊടുക്കപ്പെടുന്നത് 1800 രൂപയ്ക്കാണ്. അത് സബ്സിഡി തുക സർക്കാരും നഗരസഭയും അതിലിട്ടുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനെ പൊറുതിമുട്ടിക്കുന്ന കിച്ചൺ ബിന്നുമായി തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം ഇന്ന് സമ്പൂർണ്ണ പരാജയമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ടിന്ന് ജനങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം മാത്രമല്ല, ആര്യ രാജേന്ദ്രനെ ഈ നഗരത്തിന്റെ മേയറാക്കിയത് ആനമണ്ടത്തരമായി പോയി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് CPM-ന്റെയും സഖാക്കളുണ്ട് എന്നാണ്. അങ്ങനെ ആനമണ്ടത്തരം നഗരത്തിലെ 10 ലക്ഷത്തോളം വരുന്ന പൊതുസമൂഹം ചുമക്കാൻ തുടങ്ങിയിട്ട് വളരെ ഏറെ കാലമായി എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ള സഖാക്കളെ, ഇത് ഒരു അറുതി വരുന്നേ തീരൂ. ഇത് നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്ന ഒരു കറവപ്പശുവായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് നിലനിന്ന് പോകാൻ, പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് നിലനിന്ന് പോകുവാനുള്ള ഒരു കറവപ്പശുവായി തിരുവനന്തപുരം നഗരസഭ മാറിയിരിക്കുന്നു എന്നാണ്. ഈ കറവപ്പശുവിനെ കറന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പണം കൊള്ളയടിക്കപ്പെട്ട കരാറുകാരന് കരാർ കൊടുത്താൽ അവൻ 1 കോടി രൂപയുടെ ബില്ല് മാറണമെങ്കിൽ, മരാമത്ത് കമ്മിറ്റിയുടെ ബില്ല് മാറിപ്പോകണമെങ്കിൽ 1 കോടി രൂപയ്ക്ക് 1 ലക്ഷം രൂപ കമ്മീഷൻ, 1 കോടി രൂപയ്ക്ക് 1 ലക്ഷം രൂപ കമ്മീഷൻ കൊടുത്താലേ ഇവിടുത്തെ പാവപ്പെട്ട കരാറുകാർക്ക് ബില്ല് മാറിക്കൊടുക്കൂ. ഒരു കരാറുകാരൻ ആത്മഹത്യ ചെയ്ത ചരിത്രം ഈ നഗരസഭയുടെ 2 ആഴ്ച പിന്നിട്ടിട്ടില്ല, 16 ദിവസം പിന്നിട്ടിട്ടില്ല. ആ കരാറുകാരന് കോടിക്കണക്കിന് രൂപ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് കിട്ടാനുണ്ട്. ആ കോടിക്കണക്കിന് രൂപ ഈ നഗരസഭയുടെ കരാറുകാരന് കൊടുക്കണമെങ്കിൽ 1 കോടി രൂപയ്ക്ക് 1 ലക്ഷം രൂപ കമ്മീഷൻ തട്ടിയെടുക്കുന്ന ഒരു ഭരണകൂടമാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നു എന്നാണ്. അതിൽ കിടുതാപ്പി കുറേ ആളുകളുണ്ട്. ഒത്താശ ചെയ്തു കൊടുക്കാൻ, അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുവാൻ ഇവിടുത്തെ എബോയിൽ എഴുതുന്ന നിയമങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് എബോയിൽ എഴുതുന്ന കരാറുകാരന് കിച്ചൺ ബിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ കരാർ ക്ഷണിച്ചപ്പോൾ അതിൽ കരാറിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകൾ പാലിച്ച കരാറുകാരന് കൊടുക്കാതെ ബിലോയിൽ എഴുതിയിട്ടുള്ള സഖാക്കൾക്ക് കൊടുക്കുന്ന പാരമ്പര്യം. നഗരത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിൻ്റെ മാലിന്യം ഇവിടുത്തെ പന്നി ഫാമിൽ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മാലിന്യ സംസ്കരണം സമ്പൂർണ്ണ വിജയമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിനെതിരെ തിരുവനന്തപുരം നിവാസികൾ ഇന്ന് ശബ്ദമുയർത്തി തുടർന്നിരിക്കുന്നതാണ്. പ്രിയമുള്ള അമ്മമാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഈ നാട് കുട്ടിച്ചോറാക്കാൻ തുടങ്ങിയിട്ട് 4.5 വർഷം പിന്നിടുകയാണ്. ഇതിനെതിരെയാണ് ഇന്ന് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ ബഹുമാനിയായിട്ടുള്ള ശ്രീ കരമന ജയൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ധർണയ്ക്ക്, ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന കൗൺസിൽ പാർട്ടി ലീഡർ ശ്രീ MR ഗോപൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ തിരുമല അനിൽ, ശ്രീ പാപ്പനംകോട് സജി, ശ്രീമതി സിമി ജ്യോതിഷ്, കൗൺസിൽ പാർട്ടിയുടെ ഉപനേതാവ് ശ്രീ കരമന അജിത്,
പ്രിയമുള്ള പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, കഴിഞ്ഞ 4 വർഷക്കാലം അഴിമതി നിറഞ്ഞ ഈ നഗരസഭയ്ക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന CPM-ന്റെ സഖാക്കന്മാരെ, ഉദ്യോഗസ്ഥന്മാരെ, പ്രിയമുള്ളവർ, കഴിഞ്ഞ 45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് LDF ഭരണസമിതിയാണ്. ഈ 45 വർഷവും തിരുവനന്തപുരത്തിൻ്റെ ഈ നഗരത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം അട്ടിമറിച്ച ഒരു പാരമ്പര്യമാണ് LDF-ന്റെ നഗരസഭാ ഭരണത്തിലുള്ളത്. ഈ 45 വർഷം കഴിയുമ്പോൾ ഈ 45 വർഷത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഈ നഗരത്തിനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 4 വർഷക്കാലമായി ഭരണം തുടങ്ങിയിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ, ഞങ്ങളൊക്കെ മേയർ ആര്യ രാജേന്ദ്രനെ ബഹുമാനിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ, ഒരു ഉന്നത സ്ഥാനത്ത് തിരുവനന്തപുരത്തെ നഗരമാതാവായി വന്നു. തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ചു. ഇപ്പം CPM-ന്റെ നേതാക്കന്മാരും സഖാക്കന്മാരും പറയുന്നത് 45 വർഷക്കാലത്തിന് ശേഷം നമ്മളെടുത്ത, ഗോവൻ പറഞ്ഞതുപോലെ, ആന മണ്ടത്തരമായി പോയി, നമുക്ക് പോലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ട് എന്നുള്ളത് പരസ്യമായും സഖാക്കന്മാർ പറയുന്നുണ്ട്, സ്വകാര്യ സംഭാഷണത്തിലും പറയാനുണ്ട്. ഇവിടെ അഴിമതിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്ന് 24 മണിക്കൂർ ഇവിടെ നിന്ന് കേൾക്കേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഗോപൻ സൂചിപ്പിച്ചു, ഈ അടുത്ത അവസാനമായി നടന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വൻ അഴിമതിയാണ്. ആരാ വിജിലൻസ്? കേരളത്തിലെ വിജിലൻസ് ഭരിക്കുന്നത് ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിൽപ്പെട്ടതല്ലേ? ആ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലാപ്ടോപ്പിന്റെ തീരുമാനം വന്നിട്ട് കമ്പ്യൂട്ടർ കൊടുത്തുകൊണ്ട് 20 ലക്ഷത്തിൽ പരം അഴിമതി. ഇത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ട ഫണ്ടിൽ വലിയ അഴിമതി. മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് കഴിഞ്ഞ 2010 മുതൽ തിരുവനന്തപുരം നഗരത്തിന്റെ ജനങ്ങളുടെ ആവശ്യമാണ്. വിളപ്പിശാലയിലെ ചവർ ഫാക്ടറി പൂട്ടിയതിനു ശേഷം ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കണ്ടിരുന്നത് എങ്ങനെയാണ്? പണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും നല്ല വൃത്തിയുള്ള നഗരം ഏതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം തിരുവനന്തപുരം എന്നാണ്. ഇന്ന് തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കടലാക്രമണം നടന്ന സമയത്ത്, കഴിഞ്ഞ ആഴ്ച, തിരുവനന്തപുരത്തെ ഏറ്റവും തീരപ്രദേശ ആ സ്ഥലങ്ങൾ, തീരവാസികൾ താമസിക്കുന്ന അവിടെ ഞങ്ങൾ സന്ദർശനം നടത്തുകയുണ്ടായി. കോർപ്പറേഷന്റെ അനാസ്ഥ. ഇപ്പോൾ വെട്ടുകാട് പാർക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞതിന് പിന്നിൽ കോർപ്പറേഷന്റെ അനാസ്ഥ. ശംഖുമുഖം ആറാട്ടുകടവ്, അനാദികാലം തൊട്ട് തിരുവനന്തപുരത്തിന്റെ പൈതൃകവും പാരമ്പര്യമുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് 2 ഉത്സവം, പൈങ്കുനി ഉത്സവവും അൽപ്പശ ഉത്സവവും, 2 ഉത്സവത്തിന്റെ ഭഗവാനെ കൊണ്ടുവന്ന് ആറാടുന്ന ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു കടലാക്രമണം കൂടി വന്നു കഴിഞ്ഞാൽ ആറാട്ട് മണ്ഡപം കൂടി എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ്. എത്രയെത്ര കുടുംബങ്ങൾ നഗരസഭയോട്, ഈ നഗരസഭ തന്നെ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് മാംസം വിളമ്പാൻ, മാംസം കഴിക്കാൻ, പാചകം ചെയ്യാൻ ഇവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പിട്ടു. അവർക്ക്